നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി സത്യത്തില് ഒട്ടും സ്റ്റാറ്റിക് അല്ല. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ നമുക്ക് മനസ്സിലാവാത്ത അത്ര പതുക്കെ, ചിലപ്പോ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ വളരെ വേഗത്തിൽ. അപ്പൊ നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? ഭൂമിയെ ഇങ്ങനെ എപ്പോഴും മാറ്റിമറിക്കുന്ന ആ അദൃശ്യ ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്ന് കേട്ടു നോക്കൂ. ഇത് 2024 വയനാട്ടിലുണ്ടായ ആ വലിയ ദുരന്തത്തെ അതിജീവിച്ച ഒരാളുടെ വാക്കുകളാണ്. ഭൂമിയുടെ ശക്തിക്ക് മുന്നിൽ നമ്മൾ മനുഷ്യർ എത്രത്തോളം നിസ്സഹായരാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ വാക്കുകൾ മാത്രം മതി. അപ്പൊ നമ്മൾ കേട്ട ആ വാക്കുകളുണ്ടല്ലോ, അതിന്റെ പിന്നിലെ ഒരു കാഴ്ചയാണിത്, ഒരു ഫോട്ടോ. ഇത്തരം സംഭവങ്ങളുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതാണെന്നും മനുഷ്യനുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്ര ഭീകരമാണെന്നും ഈ ഒരു ദൃശ്യം നമ്മളെ ഓർമ്മിപ്പിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായ കാര്യങ്ങളിലേക്ക് വരാം. ഈ സംഭവങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ വാക്കുകൾ എന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ ഹസാർഡും ഡിസാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം? സിമ്പിളായിട്ട് പറഞ്ഞാല്, ആളില്ലാത്തൊരു സ്ഥലത്ത് ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നു, അതൊരു ഹസാർഡാണ്. അതിനവിടെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതേ അഗ്നിപർവ്വതം ഒരു നഗരത്തിന്റെ അടുത്താണ് പൊട്ടുന്നതെങ്കിലോ, അവിടുത്തെ ജനങ്ങളെ അത് ബാധിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ അഥവാ ദുരന്തം എന്ന് വിളിക്കുന്നത്. ശരി, ഈ ദുരന്തങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് പകരം ഇതിന്റെയൊക്കെ പുറകിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് ഈ മാറ്റങ്ങളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്? അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഗ്രഹം വെറുതെ അനങ്ങാതെ നിൽക്കുകയല്ല. ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സജീവമാണ്. ഈ ചലനങ്ങളെയാണ് നമ്മൾ ഭൗമചലനങ്ങൾ അഥവാ എർത്ത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഭൗമചലനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തികൾ, അതിന് നമ്മൾ എൻഡോജെനിക് എന്ന് പറയും. പിന്നെ ഭൂമിയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, കാറ്റ്, വെള്ളം, മഞ്ഞ്, അതൊക്കെ എക്സോജെനിക്. ഈയൊരു വിശകലനത്തില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തികളെക്കുറിച്ചാണ്. അപ്പോ എന്താണ് ഭൂമിക്കുള്ളിലെ ഈ എഞ്ചിൻ? നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ. ചൂടുള്ള വെള്ളം മുകളിലേക്ക് വരുന്നു, തണുത്തത് താഴേക്ക് പോകുന്നു, അല്ലേ? ഏകദേശം അതുപോലെ ഒരു പ്രോസസ്സാണ് ഭൂമിയുടെ ഉള്ളിലും നടക്കുന്നത്. ഈ ചൂടാണ് മുകളിലുള്ള ഭൂവൽക്കത്തെ പതുക്കെ തള്ളി നീക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഉള്ളിൽ നിന്നുള്ള ശക്തികളിലെ ആദ്യത്തെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഭയങ്കര സ്ലോ ആണ്, പക്ഷേ അത്ര തന്നെ പവർഫുള്ളുമാണ്. ഡിയാസ്ട്രോഫിസം എന്നാണ് ഇതിന് പറയുന്നത്. ഡിയാസ്ട്രോഫിസം കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നും. സിമ്പിളാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഭൂമിയുടെ ഉപരിതലത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ആ സ്ലോ പ്രോസസ്സുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണിത്. ഈ ഡയസ്ട്രോഫിസത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പർവ്വതങ്ങളുണ്ടാവുന്നത്. നമ്മൾ കാണുന്ന ഈ വലിയ മലകളൊക്കെ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. നോക്കൂ, ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണില്ലേ? രണ്ട് സൈഡിൽ നിന്നും ഭയങ്കരമായ പ്രഷർ വരുമ്പോൾ ഭൂമിയുടെ പുറന്തോടിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. അത് ഒരു പേപ്പർ പോലെ മടങ്ങിപ്പോവും. നമ്മുടെ ഹിമാലയമൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അപ്പോ പർവ്വതങ്ങളിങ്ങനെ മടങ്ങി മാത്രമല്ല ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ഈ പ്രഷർ കാരണം ഭൂവൽക്കം പൊട്ടിപ്പോകും. അങ്ങനെ ചില ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കും, ചിലത് താഴേക്ക് താണുപോകും. ഈ ഉയർന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഖണ്ഡപർവ്വതങ്ങളെന്നും താഴ്ന്നവയെ ഭ്രംശതാഴ്വരകളെന്നും വിളിക്കുന്നത്. ശരി, അപ്പൊ നമ്മളീ വളരെ പതിയെ നടക്കുന്ന നിർമ്മാണാത്മകമായ കാര്യങ്ങൾ കണ്ടു. ഇനി നേരെ ഓപ്പോസിറ്റ്, അതായത് പെട്ടെന്ന് നടക്കുന്ന, എല്ലാം തകർത്തു തരിപ്പണമാക്കുന്ന സംഭവങ്ങളിലേക്ക് പോവാം. കണ്ടോ, നേരത്തെ കണ്ടതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമാണിത്? ഇവിടെയും കാരണം ഉള്ളിലെ ചൂട് തന്നെയാണ്, പക്ഷെ ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നത് ഒരു നിമിഷം കൊണ്ടാണ്, ഭയങ്കര വയലന്റായിട്ട്. അപ്പോ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പ്, ഭൂമിക്കടിയിലെ മാഗ്മ രൂപപ്പെടുന്നു. പിന്നെ ചൂടും പ്രഷറും കാരണം ഈ മാഗ്മ മുകളിലേക്ക് വരാൻ ശ്രമിക്കും. അതിനെവിടെങ്കിലും ഒരു വിള്ളല് കിട്ടിയാൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതൊരു ഭയങ്കര പൊട്ടിത്തെറിയോടെ ലാവയും ചാരവും ഒക്കെയായി പുറത്തേക്ക് വരും. അപ്പൊ ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ എവിടെയാണ് കാണുന്നത്? തോന്നിയ സ്ഥലത്തൊന്നും ഇത് കാണാൻ പറ്റില്ല. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലാണ് ഇവ കൂടുതലും. അതിലേറ്റവും ഫേമസ് ആണ് പസഫിക് ഓഷന് ചുറ്റുമുള്ള ഈ റിംഗ് ഓഫ് ഫയർ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രസകരമായ ഒരു കാര്യമാണ്. ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഈ അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമോ? അതിനൊരു രണ്ട് വശമുണ്ട്. ഒരു വശത്ത് ഇത് വലിയ ദുരന്തമാണ്. 1883 ക്രാക്കത്തോവ പൊട്ടിത്തെറിച്ചപ്പോൾ ഏകദേശം 36,000 ആളുകളാണ് മരിച്ചത്. പക്ഷേ മറുവശത്ത് അഗ്നിപർവ്വതങ്ങൾ കാരണം ഉണ്ടാകുന്ന മണ്ണ് കൃഷിക്ക് ഏറ്റവും നല്ലതാണ്.
ഒരുപാട് വിലപിടിപ്പുള്ള മിനറൽസ് കിട്ടും. പിന്നെ ജിയോതേർമൽ എനർജിയുടെയും ഒരു സോഴ്സാണ്. ഈ ഒരു കാഴ്ച മതി അതിന്റെ ആ വിനാശകരമായ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതത്തെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ അതിന് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. 1. നമ്മുടെ ഭൂമി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2. ഇതിന് കാരണം ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ശക്തികളാണ്. ഉള്ളിൽ നിന്നുള്ള ശക്തികൾ പതുക്കെ പർവ്വതങ്ങളുണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അഗ്നിപർവ്വതങ്ങൾ പോലെ പൊട്ടിത്തെറിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാശത്തിൽ നിന്ന് പോലും പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഭൂമിക്ക് ജീവനുണ്ട്. അത് സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളിൽ നിന്ന് സ്വയം പുനർനിർമ്മിക്കുകയാണ്. അപ്പോ അടുത്തതെന്തായിരിക്കും? ഒരു മനോഹരമായ സൃഷ്ടിയോ അതോ ഒരു വലിയ ദുരന്തമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.